പിന്നെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചോദിച്ചിരുന്നല്ലോ, ഈ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസിഡന്റ് എന്താ ഉണ്ടായിരുന്നു വെച്ചാല്, അതായത് ഇപ്പൊ ഞാൻ ജോഷ് ടാഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് ഞാനും ഉമ്മയും അവിടെ പങ്കെടുത്തായിരുന്നു. അതിനുശേഷം ഞാൻ അന്ന് എൻ്റെ ലൈഫിന്റെ കാര്യങ്ങൾ മൊത്തം സംസാരിച്ചു. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടായ, അതായത് ഈ ഒരു സംഭവം ഞാൻ ഒരു ഇന്റർവ്യൂവിലും കൊടുക്കാത്ത കാര്യമാണ്. പക്ഷെ ഇപ്പോഴും എന്നെ മനസ്സിൽ അലട്ടിയും കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇത് മാത്രമാണ്. അതായത് നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായപ്പോൾ നമുക്ക് ലൈഫിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെ അയാൾ എന്തെന്നേക്കായിട്ട് തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ പിന്നീട് നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞതും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ. ഇപ്പൊ ഞാൻ അടുത്തൊരു ഇന്റർവ്യൂ കണ്ടു, ഞാൻ ആരെ മെൻഷൻ ചെയ്യുന്നില്ല. അതായത് വാപ്പ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതായത് വാപ്പ ഉപേക്ഷിച്ചു പോയ ഒരാള്, അപ്പൊ അവരെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇനിയിപ്പോൾ എത്ര തന്നെ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊരിക്കലും നമ്മൾ ജനിപ്പിച്ച ആളുകളെ നമ്മളൊരിക്കലും നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോൾ അവർക്ക് ഉണ്ടായ തെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ പ്രായത്തിലും ചിലപ്പോൾ മദ്യപാനത്തിന്റെ അഡിക്റ്റിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മളും കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ തന്നെ ഉമ്മ പറയുമ്പോൾ ആരാക്കുമ്പോൾ എനിക്കൊക്കെ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇവൻ മനസ്സിലാക്കിയ, എന്ത് പറഞ്ഞ വാപ്പ എന്ത് കാട്ടിയാലും ഇപ്പൊ ഒന്നും മുണ്ടില്ല. അതായത് അങ്ങനെയല്ല. ആൾക്കാർ അതിപ്പോ പറയും നമ്മളിപ്പോ അവനിക്ക് ആളിപ്പോ വാപ്പാന്റെ പിടുത്തവും അതല്ല, പിടുത്തമുണ്ട് ഇപ്പൊ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിപ്പില്ല. അതെ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോ ഇത് പറയുമ്പോഴും ആളുകൾ എനിക്കിത് നെഗറ്റീവായിട്ടാണ് പറയാ. പക്ഷെ ഇതൊന്നും ഒരുപാട് ആളുകൾക്ക് ഞാനിപ്പോ അനുഭവിക്കുന്നത് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഇനി വരുന്ന ആളുകൾ, അതായത് ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ജോഷ് ടാഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ നമ്മുടെ ജീവിതമാണ് അതിൽ ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളും അതിൽ ഞാൻ എൻ്റെ ഉപ്പനെ കുറിച്ചിട്ട് ഞാൻ നല്ലതൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതായത് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുക. ഇപ്പം ഉമ്മ എന്നെ കൊല്ലാൻ കൊണ്ടുപോയ കഥ, അതൊക്കെ ഒരു കണക്റ്റിംഗ് ആണ്. അതായത് ഉപ്പാന്റെ ഭാഗത്തു നിന്ന് വന്ന കണക്റ്റിങ്ങുകളാണ് അതൊക്കെ. അതായത് ഒരു മദ്യപാനം മൂലം നമുക്ക് നേരിടേണ്ടി വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞ്, വാപ്പ എന്നൊരാൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാനത് പിന്നീട് ആ ജോഷ് ടാഗ് പഠിച്ചോണ്ട് ഞാൻ എന്തിനു ഇതൊക്കെ പറഞ്ഞു പോയി. ഒരു പബ്ലിക്കിൽ പറയുമ്പോൾ അയ്യോ ഞാൻ ഇതിപ്പോൾ എത്ര ആൾ കേൾക്കുന്നുണ്ടാവും, ആൾ ലൈഫിലോട്ട് തിരിച്ചു വന്ന് ഈ വീഡിയോ ഇപ്പോൾ എനിക്കത് ഡിലീറ്റ് ആക്കാൻ അതൊന്നും എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആ ഒരു ഒരു ആ ഒരു സ്റ്റോറി ഒന്ന് പറയുമോ? അതിപ്പം ആ ഒരു എപ്പിസോഡ് കാണാത്ത കുറച്ച് നമ്മുടെ അല്ല, ആ ഒരു എപ്പിസോഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് വാപ്പ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിപ്പോ ബന്ധുക്കൾക്ക് എത്തും. അവർക്കൊന്നും ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ റീച്ചിന് വേണ്ടി പറയുന്നു എന്ന് പറയും. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്, അതായത് അന്നത്തെ ലെമ്മയുടെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പേടിച്ചിരിക്കുന്നത് ഒരു മദ്യപാനം മൂലം നമ്മുടെ ലൈഫ് തന്നെ പണ്ട് മാറിപ്പോയതാണ് ഇപ്പം ഒരു ഇത് കാരണം. പിന്നീട് ഞാൻ ഇതിനപ്പം എനിക്ക് പറഞ്ഞല്ലോ, യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഉപ്പനെ നിരക്കിയത്, അല്ലാതെ ഞാൻ വീട് വെക്ക് കാറ് വാങ്ങുന്നല്ല ചെയ്ത്. എനിക്കത് നമുക്ക് കൂലിപ്പണി എടുത്തു കഴിഞ്ഞാൽ കുടുംബം നോക്കാൻ തന്നെ എത്തിയായിരുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവരെല്ലാവരും നോക്കണം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്തിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ ഉപ്പനെ നേരാക്കും. പറഞ്ഞ സ്റ്റോറി പറഞ്ഞല്ലോ, അത് പണ്ട് ഉമ്മ എന്നെ, അതിപ്പോൾ എല്ലാവരും പറഞ്ഞാണ്, ഉമ്മ എന്നെ കൊല്ലാൻ കൊണ്ടുപോയ കഥയാണ്. അതായത് ഉമ്മയും ഞാനും ചെറിയ കുട്ടി, അനിയത്തി കുട്ടി, അങ്ങനെ പറ്റാതെ നേരെ ഒരു പുലർച്ചെ അല്ലേ, പുലർച്ചെ ഒരു കുളത്തിലോട്ട് അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സാണെന്നറിയോ? എത്ര വയസ്സാണ്? 7 വയസ്സോ? 7 വയസ്സ്. എനിക്ക് മരണം എന്താന്ന് പോലും അറിയൂല അന്ന്. അതായത് ഇവര് ഉമ്മനെ പിടിച്ചു വരെ കൊണ്ടുപോവുക. ഏകദേശം വെള്ളം ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെ നിറഞ്ഞ് വരുമ്പോൾ ഇത് പണി അങ്ങനെ മുഖത്തേക്ക് നോക്കി ഉമ്മൻ്റെ. ഉമ്മ ഇന്നെങ്ങനെ നോക്കിയിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോരേത്. അന്ന് ആ കഠിനമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇന്റർവ്യൂവിന് മുമ്പിൽ ഉണ്ടാവില്ല. അതെ. എന്തുമ്മ അങ്ങനെ ഒരു ഒന്നുമല്ല അതന്നെ. നമുക്ക് ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നി. ഓരോ ഈ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നലാണല്ലോ. പിന്നെ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വല്ലാതെ തോന്നൂല. പിന്നീട് ബാക്കിക്കാർ ചിന്തിക്കുകയാണെങ്കിൽ അതെ. ആ അന്നിപ്പോ നേരത്ത് നമ്മളെ പോയിട്ടാണെങ്കിൽ 3 പോയി. പോയി. ഞാൻ എൻ്റെ പഴയ ലൈഫ് അവിടെ അന്ന് പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോയ കാര്യമാണ് ചിന്തിച്ചു ഇപ്പോൾ. പോയ കാര്യം. അതായത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ ഇതായിരുന്നു. പക്ഷെ ആള് ഇന്നേക്ക് നേരായിട്ടാണ് ആള് പോയത്. അപ്പൊ പിന്നെ നമുക്കത് അയ്യോ വേണ്ടിയിരുന്നില്ല. കാരണം പിന്നീട് ആളുകൾക്ക് ആ ഒരു രീതിക്കല്ലേ ചിത്രീകരിക്കാം. അത് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇതിന്ന് മാറാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ഇപ്പൊ എൻ്റെ ഒപ്പം നടക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ട്. അതായത് അവരുടെയൊക്കെ ഫാദർ ഇതേമാതിരി മദ്യപിച്ച് അവർ നോക്കാതെ വെറും പരിപാടി കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറയണത് നിങ്ങൾ നേരാക്കാൻ വേണ്ടി നോക്കി നോക്ക്. ഈ എന്നോട് ഒരാളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണെന്നുണ്ടെങ്കിലും
എന്നോട് ഒരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നിന്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ റോട്ടിൽ കിടക്കുന്ന ആളാണെങ്കിലും ബാധചാലിൽ കിടക്കുന്ന ആണെങ്കിൽ ആളുടെ പേരെ പറയാണ്ടാവുള്ളൂ അല്ലേ? അല്ലാതെ ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്നുള്ളത് അച്ഛൻ ഇല്ലാന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും, മരിച്ചു എന്ന് എഴുതി വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അച്ഛല്ലാതെ ഒരിക്കലും ഒരു കുട്ടി ജനിക്കുന്നില്ല അല്ലേ? തീർച്ചയായും ജനിക്കും. ഇപ്പൊ മറ്റേ കൃത്രിമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെയല്ലല്ലോ. അച്ഛന്റെ പേര് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അവിടെ ഞാൻ കുറെ വലുതായി, എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം. എനിക്ക് എന്നെ അച്ഛൻ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഉപ്പ നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പനെ പിന്നെ ഉപ്പനെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാണ് നമ്മൾ വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഞാൻ ചെയ്തതും അതാണ്. കാരണം എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായപ്പോൾ ഉപ്പനെ നേരാക്കാൻ നോക്കി. അല്ലാതെ ഉപ്പാൾ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ലൈഫ് നോക്കിയാൽ മതി, ഇന്നെ പണ്ട് നോക്കിയിട്ടില്ല വെച്ചിട്ട് നമ്മൾ നോക്കാതിരിക്കല്ല വേണ്ടത്. ചിലപ്പോൾ അവർക്ക് അന്നൊരു ബുദ്ധിമോശം ചെലഞ്ഞോട് അത് ഇത്രയും ആവാൻ കാരണം ഞാൻ ഉപ്പനെ ഉമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരാക്കാൻ പോയത് ഡി എഡിഷനിലാണ് പോയത്. ഡി എഡിഷനിൽ പോയപ്പോൾ അവിടെ ഒരു കൗൺസിലിങ്ങിന് ഞങ്ങൾ 3 ആളെയും തനിയെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മനെ ആദ്യം കയറ്റും, അത് കഴിഞ്ഞിട്ട് ഇന്നെ കയറ്റും. അതിന് എൻ്റെ അടുത്ത് ആള് ഇതേ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ച്, ആ കൗൺസിലിങ്ങിൻ്റെ ആള്. ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, നിന്റെ ഉപ്പ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫൈസൽ എന്നല്ലാതെ അവിടെ വേറൊരു വാക്ക് പറയാൻ കഴിയൂല. അപ്പോൾ നീ ആദ്യം നേരാക്കേണ്ടത്, നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും, സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല എന്താണെന്നുണ്ടെങ്കിലും നീ ആദ്യം നേരാക്കേണ്ടത് നിന്റെ ഉപ്പാനെ, അതിനുശേഷമാണ് നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു കൈ ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് സംഭവം ശരിയാണല്ലോ, ഞാൻ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഞാൻ പിന്നെ ഒരു 3-4 വട്ടമൊക്കെ അങ്ങനെ ഡി എഡിഷനിൽ കൊണ്ടുപോയി ആളൊക്കെ റെഡിയായി വന്നതാണ്. അതിനുശേഷമാണ് വയറിൽ ഇതുപോലെ ഒരു എന്തിനു പറയുക പുണ്ണ് വന്ന് അതായത് പിന്നെ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ അന്ന് ഷെയർ ചെയ്തപ്പോൾ ഇന്ന് എനിക്കത് തിരുത്താൻ വേണ്ടി തോന്നി. അത് നമ്മൾ പബ്ലിക്കിൽ തന്നെ പറയുന്നത്. കാരണം ഒരിക്കലും ഞാൻ 2-3 ഇൻ്റർവ്യൂസ് അങ്ങനെ കണ്ടു. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചു, പണ്ട് ഞാനും ഇതന്നെയല്ലേ ചെയ്തേ. എനിക്കങ്ങനെ ഒരു അറിവ് കിട്ടിയത്, തിരിച്ചറിവ് ഉണ്ടായത്, നമ്മളൊക്കെ ശരിക്കും ഇത് അനുഭവിച്ചവർക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ. അതായത് ഈ മദ്യപാനം മൂലം ഇത് അനുഭവിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവർക്കൊരു തിരിച്ചറിവ് കിട്ടേണ്ട സമയമുണ്ട്. അതിനൊരു കൗൺസിലിങ്, ഇനിയിപ്പോൾ കുടിച്ച ആൾക്കാണെങ്കിൽ കൗൺസിലിങ് വേണം, അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും കൗൺസിലിങ് വേണം. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒരാൾക്ക് മാത്രമല്ല, ആ ഫാമിലിനെ മൊത്തമായിട്ട് ബാധിക്കും. അത് മാനസികപരമായിട്ട്, അതായത് മാനസിക നമ്മളൊക്കെ എനിക്കൊക്കെ പേടിയാ. അതായത് നമ്മളൊക്കെ അതിന് അടിമപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഒരു കൗൺസിലിംഗ് എല്ലാവർക്കും നല്ലതാണ്. ഉപ്പാക്ക് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം വന്നപ്പോ, കാരണം നൗഫൽ കാരണം ഉപ്പ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയപ്പോ, ലൈക്ക് ഒരു മാറ്റം വന്നപ്പോ ഉമ്മാക്ക് ഒരു സന്തോഷമൊക്കെ എങ്ങനെയായിരുന്നു? ഉപ്പ 3 മാസം നല്ല മാറ്റത്തിലായിരുന്നു. 3 മാസം അവിടെ നിർത്തി ഫുള്ള് നല്ല നിസ്കാരവും എല്ലാ ഇതിലും ഞങ്ങൾ നിന്നു. പിന്നെ 3 മാസം അവിടുന്ന് ഞങ്ങൾ കൊടുന്നിട്ട് 3 മാസം ഇവിടെ നല്ല ഇതിൽ അങ്ങനെ നിന്നു. പിന്നെ പുറത്തിറങ്ങി കൂട്ടുകെട്ടുമാരാണല്ലോ ഇത് ഒക്കെ ചതിക്കുന്നവര്. നാട്ടിലിറങ്ങി എന്തായാലും ഇപ്പൊ 4 ആള് കൂടുകയാണ്, 4 ആളുകൾ കൂടി കഴിഞ്ഞാൽ പറയും എന്ത് നേരായി വന്നില്ല, ആഴ്ചക്ക് ആള് മാറിപ്പോയല്ലോ, ഇതൊന്നും പണ്ടത്തെ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും അതൊക്കെ ഞാൻ്റെ തോന്നല, ഞാനിപ്പോൾ അതേമാതിരി തന്നെ വലിയ വർത്താനം പറയാന്ന് പറയൂലേ, അതേമാതിരി പറഞ്ഞ് ഇനി ഇത് കുടിക്കരുത് എന്ന് പറഞ്ഞതാണ്. അവരങ്ങനെ കുത്തിത്തിരിപ്പ് കാരണം പിന്നെ കുടിച്ച് വീണ്ടും കൊണ്ടുപോകേണ്ടി വന്നു. പിന്നെ അങ്ങനെ 3 വട്ടം കൊണ്ടുപോയി ഇതാക്കിയിട്ടുണ്ട് ആസ്പത്രിയിൽ. അതായത് നാട്ടിൽ നിന്നും കുറെ ഇൻസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ഇത് പറയുമ്പോ ഇതിൽ ഫുള്ള് മരിച്ചുപോയ ഒരാളല്ലേ. ഞാൻ ഇത് ഒരിക്കലും നിങ്ങൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു മെസ്സേജ് ആയിട്ട് കാണാം. അതായത് ഞാനിപ്പോ പറയാ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ഞാൻ സത്യം പറഞ്ഞ വാപ്പ എന്നൊരാള് വാപ്പാന്നുള്ളൊരു 7 മാസം സ്നേഹത്തില് ഞങ്ങക്ക്, അതായത് നമുക്ക് സ്നേഹം കിട്ടിയ 7 മാസം കഴിഞ്ഞപ്പോഴത്തേന് ആള് പോയി. അതായത് സ്നേഹം കിട്ടേണ്ട ടൈമിൽ ആളുണ്ടായില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ വേദനിപ്പിച്ച ഇൻസിഡന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെന്റിലേറ്ററിന്റെ സംഭവം. അതായത് ഇപ്പോ എന്റെ മോള് ജനിക്കണത് വാപ്പാന്റെ, അതായത് മോള് 1 മാസം ജനിച്ചു, അതിന്റെ പിറ്റത്തെ മാസമാണ് വാപ്പന്റെ മരണം. നമ്മൾ വെന്റിലേറ്ററിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്, ലേബർ റൂമിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു ജീവൻ വരുന്നത് കാത്ത് നിൽക്കണു, ഒരു ജീവൻ പോണത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി നിൽക്കണം. അത് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത 2 നിമിഷങ്ങളാണ്. പിന്നെ ആ ടൈമിൽ എനിക്ക് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്.
ഈ എന്തിനാണ് എൻ്റെ ഉപ്പനെ ഇവിടെ കൊണ്ടുവന്ന് നരക അടിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ വരെ കേസ് നിന്ന കൊടുക്കാൻ ടൈമുണ്ട്. മാറി നിന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ വന്ന് നരക അടിക്കാൻ വേണ്ടി നിന്നതല്ല. പിന്നെ കുറെ പേര് പറഞ്ഞ എന്താ, ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാതെ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഉപ്പനെ കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ ആദ്യം കാണിച്ചതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. ആദ്യം ഇവിടെ നമ്മുടെ വള്ളുവനാട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, അത് പ്രൈവറ്റാ. അത് കഴിഞ്ഞ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അതും പ്രൈവറ്റാ. അവിടുന്നൊക്കെ മാറി മാറി പോയി അവസാനം എത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്. അത് ഇനിയിപ്പോൾ പൈസ ഉള്ളവനാണെങ്കിലും ഇല്ലാത്ത ആളാണെങ്കിലും പറയണത് അവിടുന്നാണ്. ശരിക്കും നമ്മുടെ പ്രൈവറ്റിൽ ഇവിടെ വെള്ളവനാടുന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, വയറിൽ ചെറിയൊരു പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവുന്ന ചെറിയൊരു അസുഖം. അതായത് എന്താണ്, ഇപ്പൊ ഇനി അൾസർ ആണെങ്കിൽ പോലും അൾസറിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു പുണ്ണ്. പക്ഷെ ഈ മദ്യപാനത്തിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് എന്താ ഉണ്ടാവുക പറയാ, വാശി ഭയങ്കര കൂടുതലാവും. പിന്നെ ഞാൻ തന്നെ വലുത് എന്നുള്ള ചിന്ത ഭയങ്കര. ഇപ്പൊ മദ്യപാനം എന്നില്ല, ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നം. ഇപ്പൊ ഞാൻ എൻ്റെ ഉപ്പനെ അവിടെ കൊണ്ടാക്കുമ്പോൾ ഞാൻ ഈ വെട്ടം തിരൂര് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ള പേഷ്യൻസ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളാണ്. ഈ MDMA അടിച്ചിട്ടും അതുപോലെ കഞ്ചാവ് പെണ്ണുങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. MDMA ഒക്കെ അടിച്ച ചെക്കന്മാർ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ മദ്യപാനത്തിന്റെ വളരെ ചുരുക്കം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മദ്യപാനത്തിന്റെ ആൾക്കാരെ പെട്ടെന്ന് റിക്കവർ ആക്കാൻ പറ്റും, പക്ഷെ MDMA അടിച്ച ആൾക്കാരെ റിക്കവർ ആക്കാൻ ഭയങ്കര പണിയാവും. ഉപ്പാനെ മിസ് ചെയ്യണോണ്ടാണ് ഇടയ്ക്ക് ആ വീട്ടിലോട്ട് പോണം എന്ന് തോന്നണത് ഉമ്മാക്ക്? പിന്നെ മെയിൻ ആയിട്ട് കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് പുതിയ വീട്ടിലേക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും വലിയൊരു വീട് വെക്കുന്നു, നല്ലൊരു ലൈഫ് വരുന്നു. അപ്പോൾ പിന്നെ ആളില്ലാത്ത പിന്നെ ഒരു ഉംറക്ക് രണ്ടാളെയും വിടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകും. അപ്പോഴൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ നമുക്കൊരു ഇതന്നെയാണ്.